സമാധാന കരാറിൽ ഇന്ന് ഒപ്പിടുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹോർമുസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറക്കുമെന്നും അത് നടന്നില്ല എങ്കിൽ മറ്റു വഴികൾ മുന്നിലുണ്ട് എന്നുമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ ആണവ അവശിഷ്ടം നശിപ്പിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ കരാർ ഇന്ന് ഒപ്പിടാൻ സാധ്യതയില്ല എന്നും അടുത്ത ദിവസം ഒരുപക്ഷെ അത് ഉണ്ടായേക്കുമെന്നുമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബൊഗായിയുടെ പ്രതികരണം. യുദ്ധാറുതിയും ഹോർമുസ് തുറക്കലും നാവിക ഉപരോധം പിൻവലിക്കലുമാണ് ഇടക്കാല ധാരണാപത്രത്തിലെ പ്രധാന വ്യവസ്ഥകളെന്നും റിപ്പോർട്ടുകൾ. ഏറ്റവും ശക്തമായ ധാരണാപത്രമാണ് ഇറാനുമായി രൂപപ്പെടുത്തിയത് എന്നാണ് അമേരിക്കയുടെ പ്രതികരണം. ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിൽ ലെബനൻ കരയുദ്ധം നിർത്തിവെക്കുന്നതുമായി സംബന്ധിച്ചുള്ള ചർച്ച നടക്കും. കൊല്ലപ്പെട്ട പരമോന്നതാത്മീയ നേതാവ് അയത്തുള്ള അലി ഖാംനയുടെ വിലാപയാത്രയും സംസ്കാരവും ജൂലൈ 4 മുതൽ 9 വരെയാണ് നടക്കുക. വിവരങ്ങളുമായി MCA നാസർ ചേരുകയാണ്. MCA, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു സമാധാന കരാറിൽ ഇന്ന് ഒപ്പിടും എന്ന് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വരുന്നുണ്ട്. പക്ഷെ അത് ഇന്നുണ്ടായേക്കില്ല, വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കരാറിൽ എത്തിച്ചേർന്നേക്കാം എന്ന് ഇറാന്റെ പ്രതികരണവും വരുന്നുണ്ട്. എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു സമാധാനം പുലരും എന്ന് തന്നെ നമുക്ക് ഈ ഒരു നിമിഷം പ്രതീക്ഷിക്കാമോ? ദിവ്യ, ഗുഡ് മോർണിംഗ്. നേരത്തെയൊക്കെ പല ഘട്ടങ്ങളിലും ട്രംപ് വാക്കുകൾ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഏറ്റവും അവസാനവും അദ്ദേഹം പറയുന്നു ഇന്ന് തന്നെ അത് ഒപ്പുവെക്കുമെന്നാണ്. എന്തായാലും ഇത് താൽക്കാലികമായിട്ടുള്ള അതല്ലെങ്കിൽ ഒരു ഇടക്കാല സമാധാന കരാറാണ് ഒപ്പുവെക്കാൻ പോകുന്നത്. ഇലക്ട്രോണിക് സാങ്കേതികതയിലൂടെയായിരിക്കും ഈ കരാർ ഒപ്പുവെക്കുക എന്ന് മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കടമ്പ എന്നത് പരമോന്നത ആത്മീയ നേതാവ് അയത്തുല്ല മുജ്തഫ ഖാംനയി അതിൽ ഒപ്പുവെക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാണ് ദേശീയ സുരക്ഷാ സമിതിയുടെ മേധാവി കൂടി ആ കരാറിൽ ഒപ്പുവെക്കുന്നതോടുകൂടി ആയിരിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ പ്രക്രിയ പൂർണ്ണമാകുക. തുടർന്ന് മാത്രമായിരിക്കും അമേരിക്കയുമായിട്ടുള്ള ഈ ഇലക്ട്രോണിക് സാങ്കേതികതയിലൂടെ കരാർ ഒപ്പുവെക്കേണ്ടത്. അത് കേവലം സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണ്, അതിൽ വലിയ അവ്യക്തതയില്ല എന്നാണ് മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ അറിയിക്കുന്നത്. പക്ഷേ ഈ ട്രംപ് ആണെങ്കിൽ ഈ ഒരു സന്ദർഭത്തെ പരമാവധി രാഷ്ട്രീയമായിട്ട് പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സമൂഹ മാധ്യമ പോസ്റ്റും അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. 2015 ഒബാമ ഒപ്പുവെച്ച ഘട്ടത്തിൽ 100 കണക്കിന് ബില്യൺ ഡോളർ ഇറാന് കൈമാറേണ്ടി വന്നിരുന്നു. പക്ഷേ താൻ ഒപ്പുവെക്കുന്ന ഒരു കരാർ പ്രകാരം ഇത്തരം സാമ്പത്തിക ഇടപാടുകളൊന്നുമില്ല എന്നതുൾപ്പെടെ സ്വന്തം നിലയ്ക്കുള്ള കുറേ വീരവാദങ്ങളാണ് ഈ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കാരണം ഈ കരാർ ഒപ്പുവെച്ചാൽ ഉടൻ ഹോർമുസ് എല്ലാവർക്കുമായി സ്വതന്ത്രമായി തുറന്നു കൊടുക്കണം, അവിടെ ഫീസ് ഏർപ്പെടുത്തരുത്. അത് നടക്കുന്നില്ല എങ്കിൽ തനിക്ക് തന്റേതായിട്ടുള്ള ചില മറ്റ് ബദൽ മാർഗങ്ങളുണ്ട് എന്ന ആ പതിവ് മുന്നറിയിപ്പ് അദ്ദേഹം ഇന്നും നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം നിർണായകമായിരിക്കും. ഇതിലൂടെ ഒരു 2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഇടക്കാല സമാധാന കരാറായിരിക്കും രൂപം കൊള്ളാൻ പോകുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നത് ഹോർമുസ് തുറക്കപ്പെടും എന്നതാണ്. ആ 2 മാസത്തിനുള്ളിൽ സുഗമമായിട്ട് കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു അവസരം ലഭ്യമാകും. അതോടുകൂടി നാവിക ഉപരോധം പൂർണ്ണമായും അമേരിക്ക പിൻവലിക്കേണ്ടതുണ്ട്. അങ്ങനെ പിൻവലിക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ അമേരിക്ക ഉറപ്പ് പാലിക്കുമോ എന്നതും പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഇറാന് പിടിച്ചുവച്ചിരിക്കുന്ന ഇറാന്റെ സ്വത്തുക്കൾ വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച ഒരു തീർപ്പ് അമേരിക്ക കൈക്കൊള്ളേണ്ടി വരും. അതിലും തടസ്സം നിൽക്കുമോ? അതിലും ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ലെബനാനിലെ യുദ്ധം പൂർണ്ണമായി തന്നെ അവസാനിപ്പിക്കണം എന്നത് കരാറിന്റെ അടിസ്ഥാന ഭാഗമാണ്. ഇറാൻ അക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടിലാണ്. അതിന്റെ ഭാഗമായിരിക്കണം ഇന്ന് സുരക്ഷാ മന്ത്രിസഭ ഇസ്രായേലിൽ യോഗം ചേരുന്നുണ്ട്. കരയുദ്ധം നിർത്തിവെക്കാനുള്ള ഒരു നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ ആ ഒരു തീർപ്പും കൂടി ഇന്ന് വൈകിട്ടോടുകൂടി ഉണ്ടാവും. എന്തായാലും ഇന്ന് കരാർ ഒപ്പുവെക്കും. പക്ഷെ അത് കേവലമായിട്ടുള്ള 2 മാസത്തേക്കുള്ള ഒരു താൽക്കാലിക സമാധാന കരാർ മാത്രമായിരിക്കും. അതിനിടയിലാണ് നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള ആണവ വിഷയം ഉൾപ്പെടെയുള്ളവ ചർച്ചയ്ക്ക് വരാൻ പോകുന്നത്. അക്കാര്യത്തിൽ 2 കൂട്ടരും തങ്ങളുടേതായിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് എത്ര കണ്ട് അതിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നത് സംബന്ധിച്ച ഒരു ആശങ്ക ഈ ഒരു അവസാന ഘട്ടത്തിലും നിലനിൽക്കുകയാണ്.